പ്രൈസ് ദി ലോർഡ്. പത്രോസ് അപ്പോസ്തലൻ ഹെരോദ രാജാവിന്റെ നിർദ്ദേശപ്രകാരം തടവിലാക്കപ്പെടുന്നു. അങ്ങനെ തടവിൽ സൂക്ഷിക്കപ്പെടുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പോന്നു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രം നമ്മോട് പങ്കുവെക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വലിയൊരു വിടുതൽ നൽകുവാൻ കഴിയുമെന്നാണ്. സഭ അങ്ങനെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ കൂട്ടത്തിന്റെ നടുവിലേക്ക് കടന്നു വരികയും ചെയ്തു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും ദൈവം മറുപടി നൽകും. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് വിടുതൽ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർ ആയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഒരുപക്ഷെ കിലോമീറ്ററുകളും മൈലുകളും വൻകരകളും ഒക്കെ താണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ അത്ഭുതം ചെയ്യും. നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി നിശ്ചയമായും നൽകും. ദൈവം